പൊന്നേശു നാരർത്തിരു ബലിമാരണം നീനപ്പാൻ പൊന്നേശു നാരർത്തിരു ബലിമാരണം നീനപ്പാൻ തന്നൊരു നിയമം അതിശയമേ ഒരു നിയമം അതിശയമേ പൊന്നായ തിരുജടം നാരർക്കു വേണ്ടി നുറുങ്ങി പൊന്നായ തിരുജടം നാരർക്കു വേണ്ടി നുറുങ്ങി ഒന്നോടെ തിരുരക്തം ചോരിക്കുമെന്നും ഒന്നോടെ തിരുരക്തം ചോരിക്കുമെന്നും അപ്പം ഒന്നെടുത്തവൻ ജപിച്ചു നുറുക്കി നൽകി അപ്പം ഒന്നെടുത്തവൻ ജപിച്ചു നുറുക്കി നൽകി തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക് തൃപ്പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക് കാസായിൽ ദ്രാക്ഷാരസം പകർന്നുയർത്തിയരുളി കാസായിൽ ദ്രാക്ഷാരസം പകർന്നുയർത്തിയരുളി ഈശോ താൻ രക്തമാതൻ അകത്തിരിപ്പാൻ ഈശോ താൻ രക്തമാതൻ അകത്തിരിപ്പാൻ മഹാത്മ്യം അതിനനവധിയുണ്ടു രഹസ്യമേ മഹാത്മ്യം അതിനനവധിയുണ്ടു രഹസ്യമേ ഏകൻ പോകുന്നു ബലി കഴിവതിനെ ഏകൻ പോകുന്നു ബലി കഴിവതിനെ. പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒരു നിമിഷം തലവര കൊടുക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഈ നല്ല നിമിഷത്തിനായി നന്ദി സ്തോത്രവും മഹത്വം അർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഏതാനും നിമിഷം അങ്ങയുടെ വചനത്തിൽ പിരിക്കട്ടെ. ഞങ്ങളും തിരുവെഴുത്തും അങ്ങയുടെ നാമത്തിൽ വചനം ജഡമായി തീർന്ന അങ്ങയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വചനമാകുന്ന അങ്ങയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം എന്ന പേരുള്ള അങ്ങയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്കെപ്പോഴും എല്ലാ കാലത്തും ജീവനും ചൈതന്യം നൽകുന്ന തിരുവെഴുത്തുകളെ, നീതിബോധവും പാപബോധവും നൽകുന്ന തിരുവെഴുത്തുകളെ, ദൈവമേ, ഞങ്ങൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ലോകം തന്നെ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ സകലവിധ പ്രശ്നങ്ങളെയും ശാശ്വതമായി പരിഹരിച്ച് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഞങ്ങളെ ഓരോരുത്തരെയും ജയോത്സവം നടത്തുവാൻ ശക്തിയും പ്രാഗൽഭ്യമുള്ള മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളെ പ്രാർത്ഥനയോടെ സ്വീകരിപ്പാൻ സഹായിക്കണമേ. കർത്താവെ, ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അവിടുത്തെ കൃപ പകരണമേ. ഓരോ വ്യക്തികളെയും ദൈവമേ കടാക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമേ, തിരുവെഴുത്തിൽ ശ്രദ്ധിക്കുന്നതായ ഓരോ വ്യക്തികളോടും അവരുടെ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ അങ്ങയിലേക്കും അങ്ങയുടെ വചനത്തിങ്കിലേക്കും വാക്തത്വങ്ങളിലേക്കും ഉള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ടും മടങ്ങിവരവിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ദൈവമേ തിരുവത്താഴത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രിയപ്പെട്ടവരോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന തിരുവഴുത്തിലെ സത്യങ്ങളെ എളിയവനായ
എന്നിൽ കൂടെ സംസാരിപ്പാൻ വേണ്ടി ഞാൻ ഏറ്റവും വിനയപൂർവ്വം ദൈവമേ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട പരിശുദ്ധ വചനം പരിശുദ്ധാത്മാവിൽ പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവെ ഇപ്പോൾ കൃപ ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തിരുവഴുത്തിൽ ശ്രദ്ധിക്കുന്ന ഞങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ സന്തോഷത്തോടെ അറിയിച്ചുകൊള്ളു. സർവശക്തനാം ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ വർഷവും നിശ്ചയമായിട്ടും പെസഹ ആചരിക്കുക സ്വാഭാവികമാണ്. എന്നാൽ എന്താണ് പെസഹ എന്നും തിരുവത്താഴം എന്താണെന്നും അത് ആരാണ് സ്ഥാപിതമായെന്നും ഓർക്കുന്നതും ആ തിരുവഴുത്തുകളെ ഒന്ന് വായിച്ച് കേൾക്കുന്നതാകുന്നതും ആ ഒരു ഭാഗം വായിച്ച ശേഷം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17-ാം വാക്യം മുതൽ 30 വരെ എഴുതപ്പെട്ട തിരുവഴുത്തുകൾ ശ്രദ്ധിക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. അതിന് യേശു പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന ഗുരു പറയുന്നു എന്ന് പറവി. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ യേശു 12 ശിഷ്യന്മാരുടെ കൂടെ പന്തിയിൽ ഇരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവനുത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്നു, സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ആ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളാമായിരുന്നു. എന്നാലേ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിക്കും, ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ട് പോയി. ഈ സുവിശേഷ വേദഭാഗങ്ങളാൽ സർവശക്തനാം ദൈവം നമ്മെ എല്ലാവരെയും ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാ വർഷവും ക്രിസ്തീയ വിശ്വാസികൾ നിലയ്ക്ക് പെസഹ ആചരിക്കുക പതിവാണ്. എന്നാൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ മർമ്മവും പെസഹ എന്ന പ്രത്യേകിച്ച് ആ ദിവസത്തിൽ കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അത് വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ ആ അത്താഴം കഴിച്ച അതിനെ നമ്മൾ കാണുന്നതും അത് ഓർക്കുന്നതും ഏറ്റവും നല്ലത് തന്നെയാകും. ആ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാൻ സാധ്യമായി തീർന്നത്. പെസഹ എന്നതിൻ്റെ അർത്ഥം അത് പ്രത്യേകിച്ച് പേസാഹ് എന്ന ഒരു എബ്രായ പദത്തിൽ നിന്നുമാണ് പെസഹ എന്നൊരു പദം രൂപം കൊണ്ടിരിക്കുന്നത്. ഗ്രീക്ക് പദം അതിൻ്റെ പാസ്വ എന്നൊരു പദമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം പാസ്ഓവർ ഒരർത്ഥമാണ്, കടന്നുപോക്ക് എന്ന അർത്ഥം.
എന്നാൽ ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ കുർബാന, യൂക്കറിസ്റ്റ് എന്നീ പദങ്ങളൊക്കെ സ്തോത്രാർപ്പണം എന്നൊരർത്ഥമുണ്ട്, വിശുദ്ധന്മാരുടെ കൂടിവരവെന്നൊരർത്ഥമുണ്ട്, വിശുദ്ധ കൂട്ടായ്മ അല്ലെങ്കിൽ കൊയിനോണിയ എന്നൊരർത്ഥമുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത അർത്ഥം ഇവയ്ക്ക് നമുക്ക് കാണുവാൻ കഴിയും. ആംഗ്ലിക്കൻ സഭകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭകളെ സംബന്ധിച്ച് 2 കൂദാശകൾക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അത് 1 സ്നാപനവും 2 വിശുദ്ധ സംസർഗ ശുശ്രൂഷയുമാണ്, അഥവാ ഹോളി കമ്മ്യൂണിയനാണ്. സ്നാനത്തിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് യഥാർത്ഥം നമുക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയെ കാണുവാൻ സാധ്യമായി തീരുന്നത്. ഇതിൻ്റെ സ്ഥാപകൻ അഥവാ ഈ ഹോളി കമ്മ്യൂണിയൻ സ്ഥാപിക്കുന്നത് യഥാർത്ഥമായിട്ടും കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഹോളി കമ്മ്യൂണിയൻ വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അത് നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അതിനേറെ പ്രാധാന്യമുണ്ട്. ആ അർത്ഥത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പഠിക്കുവാൻ ഒരു ശ്രമം നടത്താം. വ്യത്യസ്തമായ അർത്ഥങ്ങളും ഇതിൽ നമുക്ക് ദർശിപ്പാൻ സാധ്യമായി തീരും. അത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഏറ്റവും നല്ലത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ശിഷ്യന്മാരുമായിട്ടാണ് യേശുക്രിസ്തു ഈ വിശുദ്ധ സംസർഗ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഈ അത്താഴത്തിൽ പങ്കാളികൾ എന്ന് പറയുവാൻ സാധ്യമായി തീരും. ഈ വേദഭാഗം നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടി പഠിക്കേണ്ട ഒരു വേദഭാഗം കൂടിയാണ്. 12 ശിഷ്യന്മാരുടെ കൂടി ഇരുന്നു കൊണ്ട് ഈ അത്താഴം കഴിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സങ്കടത്തോടുകൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സങ്കടം എന്താണ്? സങ്കടം എന്ന് പറയുന്നത് ആ വാക്യം എടുത്തു പറയുന്നുണ്ട്. ഇപ്രകാരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. 21-ാം വാക്യം വായിക്കുമ്പോൾ, അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഓരോ വ്യക്തികളും ഇങ്ങനെ അത് ഞാനാണോ എന്നിങ്ങനെ ചോദിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഒരുപക്ഷെങ്കിൽ തെറ്റുപറ്റാതിരിക്കുവാൻ ആർക്കും അങ്ങനെ വലിയ ആശങ്ക ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും കർത്താവായ യേശു ക്രിസ്തു അസന്നിഗ്ധമായി പറയുകയാണ്. യൂദയുടെ നേരെ അല്ലെങ്കിൽ യൂദയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നു, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുന്നു, കാണിച്ചു കൊടുക്കും. ഇത്രയൊരു കാര്യം ഒരുപക്ഷെങ്കിൽ യൂദ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. കർത്താവായ യേശു ക്രിസ്തു തെറ്റുകൾ കണ്ടാൽ, ശരിയല്ലാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ നേരിൽ കണ്ട് അല്ലെങ്കിൽ നേരിട്ട് തന്നെ തിരുത്തുന്ന ഒരു പ്രക്രിയ നമുക്ക് പലപ്പോഴും വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യമാണ്. അതെ, നീ തന്നെ എന്നുള്ള കാര്യം യൂദയോട് നേരിട്ട് പറയുകയാണ്. ഇവിടെ ശിഷ്യന്മാരുമായിട്ടാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഈ അത്താഴം കഴിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നത്. മുൻപ് ഞാനൊരു മെസ്സേജ് സൂചിപ്പിച്ചിട്ടുണ്ട്, ശിഷ്യൻ ആരാണ് എന്നുള്ള കാര്യം. ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഇഫ് യു അബൈഡ് ഇൻ മീ or if you continue in my words, you are truly my disciples എന്ന് തന്നെ പറഞ്ഞു. ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് യേശുക്രിസ്തു പറയുകയാണ്. അപ്പോൾ ശിഷ്യന്മാരാരാണെന്ന് അവിടെ ഒരു കാര്യം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോഴും, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ്
മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും എന്നാണ്. By my Father glorified that you bear much fruit, so you will be my disciples. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ രണ്ട് വാക്യവും നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ അവിടെയും ഒരു കാര്യം എടുത്തു പറയുന്നത്, 26-ാം അധ്യായം 11-ാം വാക്യത്തിലൊക്കെ പറയുന്നത്, അവിടെ എടുത്തു പറയുന്നത് അന്ന് ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേര് കിട്ടിയെന്ന് പറഞ്ഞേക്കുന്നു. അതൊന്ന് വിശദീകരിക്കുവാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ ആരാണെന്നും ശിഷ്യന്മാരെ കിട്ടിയ പേരാണ് ക്രിസ്ത്യാനികളെന്നും ഒന്ന് ഓർക്കുവാൻ വേണ്ടി മാത്രം ആ ഭാഗത്തേക്ക് തിരിഞ്ഞതാണ്. ഇതിൽ ശിഷ്യന്മാർ ആരാണെന്നുള്ള കാര്യം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി സത്യമായാണ് ശിഷ്യന്മാരായി എന്ന് പറയും. അത് യോഹന്നാൻ സുവിശേഷം 15:8 പറഞ്ഞത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നുവെന്നും അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. ശിഷ്യന്മാർക്ക് ഇനിയും വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന ഒരു ശിഷ്യനെ കുറിച്ചുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശിഷ്യന്മാരിൽ ഒരുവൻ കർത്താവിൻ്റെ വചനത്തിൽ നിലനിന്നിരുന്നോ എന്ന് നമ്മൾ പരിശോധിക്കുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും അപ്പവീഞ്ഞുകളെ ഭക്ഷിച്ച് പാനം ചെയ്ത ശേഷം തൻ്റെ മുൻ നിർണയപ്രകാരം തന്നെ, മുൻ തീരുമാനപ്രകാരം തന്നെ യേശുക്രിസ്തുവിനെ വിട്ടുകൊടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമം. എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ അവിടെ 11-ാം അധ്യായത്തിൽ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ അയ്യോ കഷ്ടമെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴെങ്കിലും ഒരു പക്ഷേയെങ്കിൽ യൂദയ്ക്ക് തിരിച്ചു വരുവാൻ, മാനസാന്തരപ്പെടുവാൻ, അനുദപിക്കുവാൻ, അനുതാപത്തോടെ ശിഷ്യത്വത്തിലേക്ക് മടങ്ങി വരുവാനോ ക്രിസ്തു ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് നീങ്ങുവാനോ ഉള്ള ഒരു സമയം, ഒരു സാഹചര്യം കർത്താവ് കൊടുക്കുകയാണ്. പ്രയോജനപ്പെടുത്തിയില്ല. നാം കമ്മ്യൂണിയൻ കൈക്കൊള്ളുവാൻ വേണ്ടിയിട്ട് തിരുമേശയോട് അടുത്ത് വരുമ്പോഴും അല്ലെങ്കിൽ ആ അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കുമ്പോഴും നാം ഓർക്കേണ്ട ഒരു കാര്യം, വെറുതെ ഒരു അപ്പം എടുത്ത് വാഴ്ത്തി കൊടുക്കുന്ന പോലെയല്ല കർത്താവ് ചെയ്തത്. മറ്റൊന്നും പറഞ്ഞില്ല. ആ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു പറഞ്ഞു, ഇത് എൻ്റെ ശരീരം എന്നാണ് പറഞ്ഞത്. ദിസ് ഈസ് മൈ ബോഡി എന്ന് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരം. കർത്താവിൻ്റെ ശരീരമാണ് അവിടെ എന്താ പറയുക, സിംബലൈസ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത് വീഞ്ഞ് അവരെടുത്ത് വാഴ്ത്തിയിട്ട് അതിനെ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞത്, ഇത് എൻ്റെ രക്തം, അല്ലെങ്കിൽ അവിടെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ട് ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്നാണ് പറഞ്ഞേക്കുന്നത്. അനേകരുടെ പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെട്ട എൻ്റെ രക്തം എന്നും പറഞ്ഞാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഭക്ഷിച്ച് പാനം ചെയ്ത ശേഷം ക്രിസ്തുവിൻ്റെ സാക്ഷിയെ ജീവിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ടെന്ന കാര്യം ഒരിക്കലും മറന്നു പോകും. അതിൻ്റെ ഭവ്യതയോടുകൂടി തന്നെ വേണം നമ്മളിതിനെ സ്വീകരിക്കുവാനും കൈക്കൊള്ളുവാനും. ശിഷ്യന്മാർക്ക് വേണ്ടി
ആണ് ഇപ്രകാരം ക്രിസ്തു ഈ വിശുദ്ധ അത്താഴം ക്രമീകരിച്ചത്, വിശുദ്ധ സക്രമന്ത് ക്രമീകരിച്ചെന്നുള്ള കാര്യവും ഒരിക്കലും മറക്കരുത്. അതിനർത്ഥം നമുക്ക് നമ്മിൽ തന്നെ നീതിയുള്ളവരായിട്ടല്ല അങ്ങോട്ട് വരുന്നത്. പക്ഷേയെങ്കിൽ വീണ്ടും തങ്ങളുടെ പാപപ്രവൃത്തി പിന്തുടരുവാൻ ഇടയാകരുത്, അങ്ങനെ പോകരുതെന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ യൂദാ ചെയ്തത് അതല്ല. അതാണ് ദൈവം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവഴുത്ത് ചൂണ്ടിക്കാണിക്കുന്നതാണ്. വീണ്ടും പഴയ പാപവഴികളിലേക്ക് പോകുവാനല്ല, വീണ്ടും കർത്താവിന് ഇഷ്ടമില്ലാത്ത ചിന്തകളും സംസാരങ്ങളും തീരുമാനങ്ങളും പ്രവൃത്തികളും അതിൽ തുടരുവാനും വേണ്ടിയിട്ടല്ല. അങ്ങനെ ചെയ്തിരുന്നൊരു ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടും യൂദാ എന്ത് ചെയ്തില്ല? അതിനെ വേണ്ടതുപോലെ സ്വീകരിച്ചില്ല. അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് പോലും പറഞ്ഞു. എന്നെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ അയ്യോ കഷ്ടമെന്ന് പോലും പറഞ്ഞു. ചിലരൊക്കെ ഒരു തമാശ രീതിയിലാണോ കാര്യമായിട്ടാണ് പറയാറുണ്ട്. അങ്ങനെ യൂദാ ഒറ്റുകൊടുത്തില്ലായിരുന്നു, നമ്മുടെ കാര്യമൊക്കെ കഷ്ടപ്പാടാകുമായിരുന്നു. അതുകൊണ്ടല്ലേ ക്രിസ്തു ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടത്. അത് ഒരുപക്ഷെങ്കിൽ നമ്മുടെ അറിവില്ലായ്മയിൽ കൂടെ മാത്രം പറയുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാണ്. ദൈവത്തിന് എന്തും മനുഷ്യരുടെ അല്ലെങ്കിൽ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി എന്തും ചെയ്യുവാൻ കഴിയുന്നവരാണ്. ഈ ഒരു വഴിയിൽ മറ്റൊരു വഴി ക്രമീകരിക്കുന്ന സർവശക്തനാം ദൈവം. അതുകൊണ്ട് അതിനെ ആ വിധത്തിൽ ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ, അത് ശരിയല്ല. അതിനാൽ ഈ അപ്പവീഞ്ഞുങ്ങളെ ഭക്ഷിച്ച ശേഷം നാം ക്രിസ്തുവിന് സാക്ഷിയായി നിലകൊള്ളുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒരു മടങ്ങിവരവ് ഇവിടെ ഏറ്റവും ആവശ്യമാണ്. ഇത് കൈക്കൊള്ളുന്ന നിമിഷത്തിൽ അല്ലെങ്കിൽ കൈക്കൊള്ളാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണ്. ഒരു വിഷയമെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു പിക്ചർ വരച്ചത് മറ്റാരുമല്ല, ലിയനാർഡോ ഡാവിഞ്ചിയാണ്. അദ്ദേഹം മിലാനിലെ മരീതൻ ഗ്രാസിയ എന്ന ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ ചുവരിലാണ് ആദ്യമായിട്ട് ഇപ്രകാരം ഒരു പിക്ചർ വരയ്ക്കുന്നത്. വരച്ച ശേഷം അനേക ചിത്രകാരന്മാരെയും VIP ആളുകൾക്ക് ഇത് വിളിച്ച് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന ആ കണ്ടു നിന്ന ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ എന്തെന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായി അതിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി മറ്റൊന്നുമല്ല, അയ്യോ ആ കർത്താവായ യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന കാസായുടെ കളർ എത്ര മനോഹരമായിരിക്കുന്നു, അതിൻ്റെ ഷേപ്പ് എത്ര മനോഹരമായിരിക്കുന്നു. ഇനി കാസായെക്കുറിച്ച് അതിനെക്കുറിച്ച് ആ ടേബിളിനെക്കുറിച്ചൊക്കെ എന്തെല്ലാം പറയാൻ പറ്റും. ഇതെല്ലാം ഇങ്ങനെ വളരെ അങ്ങ് പറയാൻ തുടങ്ങി. സ്വാഭാവികമായി ഇങ്ങനെ നമ്മളാരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ജനം അത് പരസ്യമായിട്ട് ഇങ്ങനെ നമ്മളെ അഭിനന്ദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി അല്പം ഉയരുവാനൊക്കെ സാധ്യതയുണ്ട്, നമ്മളങ്ങോട്ട് ഇച്ചിരി പൊങ്ങുവാനൊക്കെ സാധ്യതകൾ ഏറെയുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ലിയനാർഡോ ഡാവിഞ്ചിക്ക് ഇതൊന്നുമല്ല തോന്നിയത്. വലിയ സങ്കടം തോന്നി, അല്പം കോപവും ദേഷ്യവും തോന്നി. ഉടനെ അതിനൊരു ഗോവണിയൊക്കെ സംഘടിപ്പിച്ച ഈ ചുവരിലേക്ക് ഗോവണി കൊണ്ടുവച്ചു, ഒരു ബ്രഷ് കയ്യിലെടുത്തു, ബ്ലാക്ക് പെയിൻറ് കയ്യിലെടുത്തു, അത് മുഴുവനായി മായ്ക്കുവാൻ തുടങ്ങിയപ്പോൾ മിലാനിലെ രാജാവ് അയ്യോ അത് അരുതേ എന്ന് വിളിച്ചു പറഞ്ഞു. ഡാവിഞ്ചി പറഞ്ഞു, ഈ പിക്ചറിനോട് എനിക്ക് ഒരു ഉപയോഗമില്ല എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പിക്ചർ വരച്ച യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിന് വരച്ചു കാണിക്കുവാൻ, ലോകത്തിൽ ഒന്ന് ഉയർത്തിക്കാട്ടുവാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ കൺദൃഷ്ടിയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല. ആകെ യേശുക്രിസ്തുവിനെ കയറിക്കുന്ന കാസായും അതിൻ്റെ കളറും അതിൻ്റെ ഷേപ്പും ഒക്കെ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പിക്ചർ കൊണ്ട് എനിക്ക് ഗുണമില്ല. അദ്ദേഹം ആദ്യം വരച്ച പിക്ചർ കംപ്ലീറ്റ് ആയിട്ടും അത് ഈ ബ്ലാക്ക് പെയിന്റ് ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞെന്നാണ് അതിൻ്റെ ചരിത്രം പറയുന്നത്. പിന്നീട് അനേക വ്യക്തികളുടെ, ചിത്രകാരന്മാരുടെ, അനേക ആളുകളുടെ താല്പര്യപ്രകാരം, ആവശ്യപ്രകാരമാണ് രണ്ടാമത് ഒരു പിക്ചർ വരച്ചപ്പോൾ കാസ ഒരു സൈഡിലിരിക്കുന്നു, അപ്പം ഇതെല്ലാം ഓരോ പല സൈഡിലിരിക്കുകയാണ്. തന്നെയുമല്ല, അതിൽ മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ തലയ്ക്ക് ചുറ്റിനുള്ളതായ ആ വെയിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്രകാശവലയം അതവിടെ കാണിച്ചിരിക്കുന്നത് ആ രണ്ടാമത്തെ പിക്ചറിനകത്താണ്.
ഇതെന്തിനാണ് ഞാൻ ഇവിടെ എടുത്തു കാണിക്കുന്നത് അറിയാമോ? ഇതെന്തിനാ ഈ ഒരു സംഭവം പറഞ്ഞത്? കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും കൂടെ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, ഈ അപ്പവീഞ്ഞുകളെ ഭക്ഷിച്ച ശേഷം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിലകൊള്ളും. ഈ തിരുമേശയിൽ നിന്ന് അപ്പവീഞ്ഞുകളെ ഭക്ഷിച്ച ശേഷം നമ്മളെ ഒരിക്കലും കാണുവാൻ പാടില്ലാത്ത ചില വഴികളിലും സ്ഥലങ്ങളിലും കൂട്ടുകെട്ടുകളിലും കാണുമ്പോൾ, ചില അനാവശ്യ സംഭാഷണ വേളകളിൽ അവരെ ദർശിക്കുമ്പോൾ, ഒരു പക്ഷേങ്കിൽ യൂദയേക്കാൾ ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അവരെ നമുക്ക് ദർശിക്കേണ്ടി വരും. വ്യാഴാഴ്ചയൊക്കെ ഒരു പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു ടൈം കൂടിയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമെന്നുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിയുന്നില്ല. ഓർക്കുക, കർത്താവ് യേശുവിൻ്റെ സാക്ഷിയായി നിലകൊള്ളുക എന്നുള്ളതായിരിക്കണം തിരുമേശയിൽ പങ്കാളികളാകുന്നതിലൂടെ. ഇവിടെ ഞാനിത് ഇപ്രകാരം ഇതൊക്കെ ക്രമീകരിക്കപ്പെടുമ്പോഴും 2-3 പ്രാവശ്യം ഈ കമ്മ്യൂണിയൻ സമയത്ത് അപ്പവീഞ്ഞുകൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നുണ്ട്, മുട്ടുകുത്തുന്നുണ്ട്. അവയെല്ലാം അത് ഓർഡർ ഓഫ് സർവീസിനകത്ത് പറയും പ്രകാരം കൈകളുയർത്തി ഇത് വാഴ്ത്തുന്നുണ്ട്. വീണ്ടും അത് കൊടുക്കുന്നതിന് മുമ്പ് വീണ്ടും ഒന്നുകൂടെ മുട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറ്റൊന്നുമല്ല, കർത്താവേ, ഇത് ഭക്ഷിച്ച് പാനം ചെയ്ത് കർത്താവിൻ്റെ സാക്ഷികളെ ജീവിപ്പാൻ ഓരോരുത്തർക്കും സഹായിക്കണമേ. ഓരോ വ്യക്തികളും നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ തക്കവണ്ണം, അവരും ദൈവരാജ്യത്തിന് ഉടമകളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണമെന്നുള്ള പ്രാർത്ഥന മാത്രമാണ്. കാരണം ഒരുപക്ഷെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് അവിടെയൊക്കെ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. കാരണം ഇത് ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് സർവീസിന് ഞാൻ മാത്രമാണ് യോഗ്യൻ, മറ്റവൻ യോഗ്യനല്ല എന്ന് ഇങ്ങനെ കടുത്ത ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ നമുക്ക് ദർശിപ്പാൻ കഴിയും. ഒരുപക്ഷെ അവരുടെ വിഷമം കൊണ്ടായിരിക്കാം പറയുന്നത്, ചിലപ്പോൾ വിഷമമല്ലെങ്കിലും ഇങ്ങനെ ഈ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള സ്വഭാവത്തിന് ഉടമകളായ ആളുകൾ അവിടെ വരുവാൻ പാടില്ല എന്ന് അങ്ങനെ ചിന്തിക്കുമ്പോഴും നേരെ തിരിച്ച്, കാരണം ശത്രുവായ പിശാചിൻ്റെ മനസ്സിൽ കിടക്കുന്നതും അത് ഇങ്ങനെ അനാവശ്യ വഴികൾ, ദൈവത്തിന് ഹിതകരമല്ലാത്ത വഴികൾ നടക്കുന്ന ആളുകൾ ഒരിക്കലും ഈ കമ്മ്യൂണിയൻ നടക്കുന്ന അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ നടക്കുന്ന ഈ സ്ഥലത്ത് വരരുതെന്നും ഭക്ഷിക്കരുതെന്നും പാനം ചെയ്തെന്നും ആഗ്രഹിക്കുമ്പോൾ ഞാൻ നേരെ തിരിച്ച് ചിന്തിക്കുകയാണ്, അവരും ഇതിൽ പങ്കാളികളായി തീരണം. അവർ പങ്കാളികളായി തീരുകയും അവരും നിത്യതയ്ക്ക് അവകാശികളായി തീരണം. അവരും ദൈവരാജ്യത്തിന് ഓഹരിക്കാരായി മാറണം. അവരും നിത്യജീവന ഉടമകളായി മാറണം. അതിന്നല്ലെങ്കിൽ നാളെ സംഭവിക്കണമെന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ നമുക്കറിയാമെങ്കിലും മുട്ടുമെന്ന് വന്ന് വായിക്കുമ്പോൾ യാതൊരു വിധമായിരിക്കുന്ന ഒരു സങ്കടവുമില്ലാതെ ഞാൻ അവർക്ക് അതിനെ വിളമ്പിക്കൊടുക്കുമ്പോഴും മനസ്സിനുള്ളിൽ ചിന്തിക്കുന്ന, കർത്താവേ, ഇത് മുഖാന്തരം വ്യക്തി ഒന്ന് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ആകർഷിക്കപ്പെടുവാനിടയായി തീരണമെന്നുള്ള പ്രാർത്ഥന മാത്രമാണ്. അവരും ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നിത്യരാജ്യത്തിന് ഉടമകളായി തീരണമെന്നുള്ള വലിയ പ്രാർത്ഥന തന്നെയാണ്. കാരണം കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര രക്ഷിപ്പാൻ വന്നതെന്ന കർത്താവ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ചിന്തയാണ് എന്നെയും ഭരിക്കുന്നത്. മാനസാന്തരപ്പെടാത്ത 99 ആളുകളേക്കാൾ അല്ലെങ്കിൽ 99 വ്യക്തികളേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലിയാണ് കർത്താവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ആടുകളുടെ 100 ആടുകളെ വളർത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കഥ പറയുമ്പോഴും ഒരാട് കാണാതെ പോയപ്പോൾ, നഷ്ടപ്പെട്ടു പോയപ്പോൾ ബാക്കി 99നെയും മാറ്റി നിർത്തിയ ശേഷം അതിൻ്റെ ഒരു പക്ഷെങ്കിൽ കൂട്ടിലോ അവിടെ കൊണ്ട് നിർത്തിയ ശേഷം നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ മാത്രം തെരഞ്ഞു പോകുന്ന കർത്താവിൻ്റെ മുമ്പിലും ഇത് തന്നെയാണ്. നാം ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വിശാലമായ ചിന്തയാണ്. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുതാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം മുടിയനായ പുത്രൻ നമ്മൾ പറയുന്നൊരു പദമാണ്. പ്രോഡിഗൽ സൺ എന്നാണ് ശരിക്കും പറയുന്നത്. ലോസ്റ്റ് സൺ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആ വ്യക്തി എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് വാങ്ങിക്കേണ്ടതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ദൂരെ പോയിട്ട് വർഷങ്ങൾക്ക് ശേഷം, കാരണം അങ്ങനെ പോയതിനാൽ സംഭവിച്ചതൊക്കെ നമുക്കറിയാം. കാരണം
തനിക്ക് ആസ്വദിക്കാൻ സാധ്യമായിരുന്ന വീട്ടിലെ എല്ലാ അനുഗ്രഹങ്ങളും ഉപേക്ഷിച്ച് പോയതിനാൽ തനിക്ക് ലാസ്റ്റ് പറയുന്നത് വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ പന്നികൾക്ക് കൊടുക്കുന്ന വാളവരെ നിന്ന് ഭക്ഷിപ്പാൻ ജീവിപ്പാൻ ആഗ്രഹിച്ചെങ്കിൽ അതുപോലെ കിട്ടാത്ത സാഹചര്യം വന്നു. അപ്പോഴാണ് തനിക്കൊരു സുബോധം വന്നിട്ട് ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ ഇടയ്ക്ക് ചെന്ന് ഞാൻ അപ്പനോട്, അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ കൂലിക്കാൽ എഴുത്തിനെ പോലെ എന്നെ സ്വീകരിച്ചാൽ മതി എന്നൊക്കെ പറയാൻ വേണ്ടി വരുമ്പോൾ വളരെ ദൂരത്തും തന്നെ ഈ പിതാവ് ഈ മകനെ തിരിച്ചറിയുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, തിരിച്ചറിയാനുള്ള കാരണം മറ്റൊന്നുമല്ല. കാരണം തിരിച്ചറിയാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇത്രയും വളരെ നാളുകളായിട്ട് ഭക്ഷണം കഴിക്കാതെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നമ്മൾ നല്ല സ്മാർട്ടായിട്ട് നല്ല സ്റ്റാർ എന്ന വിധത്തിലൊക്കെ നല്ല ആളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒന്നുകൂടെ നോക്കത്തക്കൊണ്ട് നല്ല സിമ്പിളനായിട്ട് പോയ മനുഷ്യനാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെങ്കിൽ നാളുകളായി ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ താടി വടിക്കാതെയും അല്ലെങ്കിൽ ദീക്ഷ നീട്ടിയും മുടി വെട്ടാതെയും അല്ലെങ്കിൽ വികൃതനായ, ഒരുപക്ഷെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, ഒരു കരിവരുണ്ട അവസ്ഥയിൽ ഒരു എന്താ പറയുന്നത് ധർമ്മക്കാരന് പോലും അതിനേക്കാൾ വൃത്തി കണ്ടേക്കാം. അങ്ങനെ അത്രത്തോളം ഉള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ വരുന്ന ഈ മകൻ ദൂരത്ത് വരുമ്പോൾ തന്നെ പിതാവ് കണ്ട് തിരിച്ചറിയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, ആ വ്യക്തിയുടെ ആ ഒരൊറ്റ വ്യക്തിയുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നൊരു പിതാവാണ്. നമ്മളിൽ ഒരുപക്ഷെ നമ്മളെക്കുറിച്ചും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുക. ഫലമുള്ള ഒരു വൃക്ഷം ആയിട്ട് കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു വിശന്നപ്പോൾ അത്തിവൃക്ഷത്തിന് ചുവട്ടിൽ ചെന്നിട്ട് അത്തിവൃക്ഷത്തെ നോക്കിയപ്പോൾ അതിന് ഫലമൊന്നും കണ്ടില്ല. അങ്ങനെ അത്തിയെ നോക്കി ശപിച്ചു എന്നും അവിടെ രേഖപ്പെടുത്തിയിരുന്നു. ഇനി ഒരിക്കലും നില്ലുന്ന ഒരു ഫലവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുന്നൊരു സാഹചര്യം അവിടെയുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ തോട്ടക്കാരൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അടുത്ത വർഷം വീണ്ടും നമുക്ക് ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടി അതിൻ്റെ ചുവടൊക്കെ ഒന്ന് കിളച്ച് വൃത്തിയാക്കി വളം ഇട്ട് കൊടുക്കാം, അടുത്ത ആണ്ട് ചിലപ്പോൾ അത് ഫലം തന്നെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥ. നമ്മളുടെയൊക്കെ മടങ്ങലിന് വേണ്ടി കാത്തിരിക്കുന്നൊരു കർത്താവ്. എന്നെ ശ്രമിക്കുന്ന ഒരുപക്ഷെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയപ്പെട്ട കുഞ്ഞ്, നീ കൃഷിക്കാരനാകാം, നല്ല ഉന്നത ഉദ്യോഗസ്ഥനാകാം, ഒരു നല്ല യുവാവാകാം, നല്ലൊരു യുവതിയാകാം, വിദ്യാർത്ഥിയാകാം, ഒരുപക്ഷെ ധനികനാകാം, ചിലപ്പോൾ ദരിദ്രനാകാം, ചിലപ്പോൾ വലിയധികം ഭംഗിയില്ലാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ സാധാരണക്കാരനായിരിക്കാം, കൂലിപ്പണിക്കാരനായിരിക്കാം, ഒരുപക്ഷെ ഏതെങ്കിലും ഒന്നുമില്ലാത്ത ഏതെങ്കിലും അവസ്ഥ ജീവിക്കുന്ന വ്യക്തിയുമായിരിക്കാം. പക്ഷെ നിന്റെ മടങ്ങി വരവെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്നൊരു പിതാവ്, മുടിയനായ ആ പുത്രൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മടങ്ങി വരവിൽ കൈക്ക് മോതിരമിടുന്നു, തടിച്ച കാളക്കുട്ടിയെ അറുത്ത് നല്ല ഭക്ഷണം കൊടുക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മളുടെ തിരിച്ചു വരവെങ്കിലും കർത്താവ് നോക്കൊണ്ട് ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്. മടങ്ങി വരാം. ഇവിടെ ഈ അത്താഴത്തിൻ്റെ സമയത്ത് കർത്താവ് ആ ശിഷ്യനോട് പറഞ്ഞ കാര്യം നമുക്ക് നല്ലതുപോലെ അറിയാം. ഓർക്കുക, നിശ്ചയമായിട്ടും കർത്താവ് യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമായ ഈ ഹോളി കമ്മ്യൂണിയൻ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ കാര്യം നാം ഓർക്കണം. അതൊരു ഓർമ്മ തന്നെയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കുർബാന നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വിശുദ്ധ സംസർഗ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് സ്ഥിരീകരണം കഴിഞ്ഞ എല്ലാവരും, ദൈവാലയത്തിലിരിക്കുന്ന എല്ലാവരും നിശ്ചയമായിട്ടും ഇവിടെ വന്ന് ഈ അപ്പവിഞ്ഞുകളെ ഭക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ഹോളി കമ്മ്യൂണിയൻ ശുശ്രൂഷയിൽ പങ്കുകൊള്ളണം, നിങ്ങൾ വന്ന് സംബന്ധിക്കണമെന്ന് പുരോഹിതൻ പറയാതെ തന്നെ ചെയ്യേണ്ടവരാണ്. പലപ്പോഴും കാഴ്ചക്കാരായിട്ട്, കുർബാന കാണുവാൻ വന്നവരായിട്ട് എത്രയോ ആളുകൾ എത്രയോ ദൈവാലയങ്ങളിൽ ഇങ്ങനെ എന്തു ചെയ്യുകയാണ്, ഇതെല്ലാം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുന്ന രീതി. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ പാവം വേറെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം
കർത്താവ് യേശു ക്രിസ്തുവിനാൽ സ്ഥാപിതമായ ഈ ഹോളി കമ്മ്യൂണിയൻ കർത്താവ് പറഞ്ഞത് ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരമാണ്, അതിനെ ഭക്ഷിപ്പിൻ, വാങ്ങി ഭക്ഷിപ്പിൻ എന്ന് പറഞ്ഞു. വീഞ്ഞു കൊടുത്ത ശേഷം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട എൻ്റെ രക്തമാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. The Lord Jesus Christ purchased us through His blood. എന്തിനു വേണ്ടിയിട്ടാണ്? To be a real witness of Jesus Christ in this generation. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷിയായി നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ്. To be a real disciple in this generation. Disciple of Jesus Christ in this generation. അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ എത്രയോ ആളുകൾ നിശ്ചയമായിട്ടും ദൈവഭാഗത്തേക്ക് വരും. അവിടെ കമ്മ്യൂണിയൻ കൈക്കൊള്ളാൻ പോയ ആൾ തന്നെയാണോ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നാം ആരെയാണ് ദുഃഖിപ്പിക്കുന്നത്? പള്ളിയിലെ അച്ഛനെയോ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെയൊന്നും അല്ല. ദുഃഖിപ്പിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്. അത് കൈക്കൊള്ളാൻ വേണ്ടി വന്നിരിക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ 30 വെള്ളിക്കാശ് വാങ്ങിച്ച് ഒറ്റുകൊടുക്കുന്ന ആ കാര്യം തന്നെയായിരുന്നു യൂദയുടെ മനസ്സിൽ കിടന്നിരുന്നത്. അങ്ങനെ ഒരിക്കലും ആകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ഇതിൻ്റെതായ വില കൊടുക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭ്യമായി തീരുമെന്ന കാര്യത്തിൽ ഞാൻ അല്പം പോലും സംശയിക്കുന്നില്ല. സർവശക്തനാം ദൈവം നിശ്ചയമായിട്ടും നമ്മെ ഇതിൽ കൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണിലടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവായ യേശുവേ, നിന്റെ വചനം ശ്രവിച്ച ഓരോ വ്യക്തികളെയും കടാക്ഷിച്ച് ഏറ്റവും അനുഗ്രഹിക്കുന്നു. കർത്താവേ, വിശുദ്ധ സംസർഗ ശുശ്രൂഷയുടെ അർത്ഥം എന്താണ്? വായിച്ചു കേട്ട വേദഭാഗത്തൂടെ കർത്താവ് പഠിപ്പിക്കുന്ന എന്താണ്? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദാസനായ ഈ വ്യക്തിയിൽ കൂടെ സംസാരിച്ചത് എന്താണ്? ആരെയും ബുദ്ധിമുട്ടിക്കുവാനല്ലല്ലോ, ആരെയും വേദനിപ്പിക്കുവാനല്ലല്ലോ, കേട്ട ഓരോ വ്യക്തികളുടെയും ഒരു യഥാർത്ഥ തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ്, ഒരു മടങ്ങിവരവിന് വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ അത്താഴം അതിൽ പങ്കാളികളായി തീരുവാൻ വേണ്ടിയിട്ടാണ്. വെളിപ്പാട് ദിവസം 3:20 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ അത് കർത്താവായ യേശുവിനെ അങ്ങനെ അവൻ്റെ ശബ്ദം കേട്ട് കൈക്കൊള്ളുമ്പോൾ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്നോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലിയനാർഡോ ഡാവിഞ്ചി അപ്രകാരം ലാസ്റ്റ് സപ്പറിൻ്റെ പിക്ചർ വരച്ചത് ഈ ലോകത്തിന് യേശു ക്രിസ്തുവിനെ ഒന്ന് ഉയർത്തി കാണിക്കുവാൻ വരച്ചു കാട്ടുവാൻ വേണ്ടിയിട്ടായിരുന്നു. ദൈവമായ കർത്താവേ, കമ്മ്യൂണിയൻ കൈക്കൊള്ളുന്നതിലൂടെ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നതിലൂടെ ദൈവമേ, നിൻ്റെ സാക്ഷികളായി നിന്നുകൊണ്ട് കർത്താവായ യേശുവെ അങ്ങേ ഉയർത്തി കാണിക്കുവാൻ ഇടവരുത്തണമേ. എല്ലാവരെയും അനുഗ്രഹിക്കുവാനാകണമേ. ആരും മാറിപ്പോകുവാനല്ല, എല്ലാവരും ഇതിനകത്ത് അംശികളാകുന്നുവല്ലോ. കൃപയോടെ കടാക്ഷിച്ച് അനുഗ്രഹിക്കുവാനാകണമേ. സ്ഥിരീകരണ ശുശ്രൂഷ സ്ഥിരീകരണത്തിൻ്റെ സമയത്ത് തങ്ങളുടെ ജ്ഞാനമാതാതാക്കന്മാർ ഏറ്റെടുത്തതായ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും സ്വയമേ ഏറ്റെടുത്തുകൊണ്ടാണല്ലോ ദൈവമേ സ്ഥിരീകരണ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ സ്ഥിരീകരണം കഴിഞ്ഞതും അത് ഏറ്റെടുത്തത്. അതിനാൽ ദൈവമേ, ആ ഉത്തരവാദിത്വങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ ഓർത്ത് കർത്താവേ, നിന്റെ സാക്ഷികളെ ജീവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാനെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസം പ്രിയരെ നാം എല്ലാവരും കൂടെയും എന്നുപോലെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.